പ്ലീസ് വെൽക്കം ബാക്ക് ടു മൈ ന്യൂ വ്ളോഗ്. കുറേ ദിവസങ്ങൾക്ക് ശേഷം ഞാൻ ലോങ് വീഡിയോ ഇട്ടിട്ടുണ്ടായില്ല. ഇപ്പം പുതിയ മോലെടുത്ത ശേഷം ലോങ് വീഡിയോ ഇടാന്ന് വെച്ചിട്ട് തന്നെ വീഡിയോ എടുത്തോട്ടെ. രാവിലെ തന്നെ എണീറ്റിട്ട് ഇനി ഇവിടെ ചായ ഉണ്ട് കേട്ടോ. ചായ ഉണ്ട്, പിന്നെ 2 കേക്ക് ഉണ്ട്. രാവിലെ തന്നെ എണീറ്റ് ചോറ് അവിടെ അടുപ്പത്താണ്, പിന്നെ കറി ആവുന്നുണ്ട്, പിന്നെ കേക്ക് എടുത്തിട്ടുണ്ട്. കേക്ക് ഇവിടെ വെക്കുക. നമ്മളെ മുറ്റത്ത് ഈ ഭാഗത്ത് ഇരുന്നിട്ടുണ്ടല്ലോ, പുറത്ത് രാവിലത്തെ ഒരു വെയിലൊക്കെ നോക്കി ഇങ്ങനെ അവിടുത്തെ എന്താ പറയുക തെങ്ങും തോപ്പൊക്കെ നോക്കി ഇങ്ങനെ ചായ കുടിക്കണം. ഇത് വേറെ തന്നെ കേട്ടോ, കാണിച്ചുതരാം. നോക്ക്, ഇപ്പൊ അവിടെ ഇരുന്നിട്ട് ചായ കുടിച്ചിട്ട് കുളിച്ചിട്ട് കുറച്ച് പരിപാടിയുണ്ട്. എന്നാ തിന്നാൻ സമ്മതിക്കും തോന്നില്ല. സൂര്യനെ കണ്ട് നമുക്ക് നാളെ തിന്നാം. ഈ പൂച്ച കയ്യിൽ തിന്നാൻ സമ്മതിക്കില്ല, മടിയിലൊക്കെ ചാടി വരും, പിന്നെ എനിക്ക് തിന്നാനും പറ്റില്ല. ഇവിടെ ഇരുന്നിട്ട് ആ മൊബൈൽ എടുത്തിട്ട് 2 യൂട്യൂബിൽ ഏതെങ്കിലുമൊക്കെ വീഡിയോ ഉണ്ട് ഇങ്ങനെ കഴിക്കാം, അതായിരിക്കും നല്ലത്. പക്ഷേ ആ മൂഡ് അങ്ങോട്ട് പോയി. ഞാൻ കേക്ക് തിന്നിട്ടാ, കേക്ക് തിന്ന് കുറച്ച് നേരത്തെ ആണെങ്കിൽ ഇവർക്ക് കേക്ക് ഇട്ട് കേട്ടോ. ഇപ്പൊ അവിടെ ക്യാമറ ഇരിക്കുന്നത് കേൾക്കാം. എത്ര ഫോളോവേഴ്സ് കയറാൻ കാരണം എന്താ അറിയോ? എന്റെ അപ്പൊ ഫോട്ടോ എടുത്തോട്ടാ. അല്ല നീ പറയോ? ഞാൻ ഇപ്പൊ കുടിച്ചിട്ട് വരാട്ടോ. ഇപ്പൊ ഞാൻ പോയിട്ട് കുളിച്ചിട്ട് വരാ. ഈ ഉണ്ട് നൈസാവില്ലേ? എന്ത് ചെയ്യാ? അല്ലൂല്ലേ പോലെ. അപ്പൊ ഇവിടെ എന്ത് ഇരിക്കും? ഉണ്ണി നീയാക്ക് ഈലാക്ക്. നമുക്ക് എന്തായാലും കുളിച്ചിട്ട് വരാം. നല്ല എന്താ പറയാ, ഒന്നും പറയാനല്ല, നല്ല കുളിച്ചിട്ട് വരാം. നമ്മളെ കുളി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇവിടെ നമ്മളെ 2 ആൾക്കാരൊക്കെ ഇതിന് അത് ആ പൂച്ചേനുണ്ടോ? ഒന്നിനെ പിടിച്ചിട്ടില്ലേ? ഒന്നും കാട്ടണ്ട, ഞാൻ ഒരു തരണ ആദ്യമോ ഓരോ ബാ 2 ഫോട്ടോ അടിച്ചു കാട്ടിയോ. ഞാൻ സുന്ദരനായി കുളിച്ച് ഒരുങ്ങി. ഇനി ഒരു മുണ്ട് കൊടുത്തിട്ട് തരാം, ലുങ്കി മുണ്ട് കൊടുത്തിട്ട് തരാം. ഏത് സാധനം നോക്ക്, ഇതിട്ട് കളറാക്കിയാലോ? എന്താ അഭിപ്രായം പറയാം. ഇപ്പൊ മുണ്ട് കൊടുത്ത് സെറ്റ് ആയിട്ടുണ്ട്. ഇനിയിപ്പോ ഔട്ട്ഫിറ്റ് നോക്കി നോക്ക്. എന്താ നോക്കണി? വാടാ നമുക്ക് കളിപ്പിക്കും ഇൻസ്റ്റഗ്രാം. വാ കമോൺ വാ. ഇതെങ്ങനെ അറിയാം? ഞാനിങ്ങനെ വരും, ഞാൻ പറയും ഞാൻ സ്ലോ മോഷനിൽ വരും. അപ്പോൾ ഇങ്ങനെ സ്ലോ മോഷനിൽ ഓടുന്നു. ഇങ്ങനെ നീ ഇങ്ങനെ കൊണ്ടുവരണം, ക്യാമറ അവിടുന്ന് ഇങ്ങനെ മെല്ലെ നടന്നോണ്ടിരും. നീ ക്ലിപ്പൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. കുഴപ്പമില്ലാതെ അടിപൊളിയായി കിട്ടിക്കണേ സെറ്റാണ് ഒന്നും പറയാം. അല്ലെ എഡിറ്റ് ചെയ്ത് പാട്ടൊക്കെ ഇങ്ങനെ കയറ്റെടുക്കുക. അന്തസ്സിന് എന്തരാ ഇനിയിപ്പോൾ ഞാൻ എഡിറ്റ് ചെയ്യട്ടെ. എഡിറ്റ് ചെയ്ത് കുറച്ച് പരിപാടി ഉണ്ട്, അതൊക്കെ കഴിഞ്ഞിട്ട് സെറ്റാക്കാം. ഓക്കെ. പൊങ്ങത്തുവേണമെങ്കിൽ നമ്മളെ വീഡിയോ ഒക്കെ അതിനുണ്ട് കലക്കിയില്ലേ, ഇൻസ്റ്റാഗ്രാം പോയി വയ്ക്കാൽ മതി. അതിനായിട്ട് തീർ സാധനങ്ങളാണ് കണ്ട് ഇവിടെയൊക്കെ വെച്ച് എത്തി ക്ലീനാക്കി വെച്ചിട്ട് ആയിക്കോട്ടോ. പിന്നെ കടവത്തി
ഞങ്ങള് കുഞ്ഞാനെ കൊണ്ടുവരാൻ പോവാ. ഇപ്പോ വരുന്നുണ്ടോ? എങ്ങോട്ട് പോവാ? തോട്ടിക്ക് ഇറങ്ങണ്ട. ഞാൻ പറഞ്ഞിട്ട് നല്ല ഫ്രഷ് കാലാവസ്ഥയും കൊണ്ട് നമ്മളിവിടുത്തെ മണിക്കുന്ന പോലെയൊക്കെ നല്ല അടിപൊളിയായിട്ട് കാണുന്നുണ്ട്. ഇവിടെ തന്നെ കാണിച്ചത്. ഒരു 500 വാങ്ങോ? ഞാൻ പറഞ്ഞ സ്പോട്ടിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഇവിടുന്ന് കുറച്ച് കഴിഞ്ഞിട്ട് അങ്ങോട്ട് കൂടെ നടന്നിട്ട് നേരെ എങ്ങോട്ടാണ് വ്ളോഗ് എടുക്കുക. ഇപ്പോൾ ചാർജ് ഇല്ല, കുത്തി വെച്ചിരിക്കുക. ചാർജ് ആണെങ്കിൽ കുറച്ച് ടൈം എടുക്കും. ഇവിടെ ഒരു ഇത് ഡ്യൂപ്ലിക്കേറ്റ് സാധനം. ഇത് ഡ്യൂപ്ലിക്കേറ്റ് ആണ്. ഇത് ഒറിജിനല്. ഇത് ഡ്യൂപ്ലിക്കേറ്റ്. അവിടെ നിന്ന് കടന്ന് ഉറങ്ങുന്നതാ. ഈ മൊബൈൽ കുറച്ച് കുത്തിയാകട്ടെ. ഇപ്പോൾ പോകുമ്പോൾ എന്തെങ്കിലുമൊക്കെ വ്ളോഗ് എടുക്കാം. ഇപ്പോൾ ചാർജില്ല, തീരെ അല്ല. ഇപ്പോൾ മൊബൈൽ കുത്തി വെച്ചിട്ട് ചാർജ് ആക്കട്ടെ. നമ്മളിപ്പോൾ അവിടെ നിന്ന് നേരെ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ നേരെ വീട്ടിൽ പോയി ഫുഡ് കഴിക്കണം. ഞാൻ കുറച്ച് തിരക്കിട്ട പരിപാടി. ഇവിടെ ഇത്ര വരെ നല്ല കാറ്റുണ്ടായിരുന്നു, നല്ല വെയിലും. ഇപ്പോൾ ഇത് കാണുന്നില്ല, അതേപോലെ നല്ല വെയിലും. പിന്നെ നേരത്തെ തന്ന പോലത്തെ കാറ്റും വരികയാണെങ്കിൽ ഈ ഭാഗത്തിൻ്റെ നടുവിൽ കൂടെ പോകാൻ ഒരു എന്താ പറയുക, ഇത് പറഞ്ഞാൽ ഞാൻ കാണിച്ചു തരാം. കണ്ടോ? അവിടുന്ന് അക്കരെ അത് കൂടെ അങ്ങനെ പോകണം. എട്ടുംകാലീൻ്റെ ഒരു വലിയ ടൈപ്പിൻ്റെ അതിൻ്റെ ഇതുണ്ടോ, എന്താ പറയുക, അതിൻ്റെ വല ഒരു പച്ച കളറായിട്ട് നല്ല കട്ടിയുള്ള ടൈപ്പ് വല. ഇവിടെ കാണുമോ എന്തോ അറിയില്ല. ഉണ്ടോ വല? എന്ത് ചൂണ്ടക്കയറോ? അയ്യോ, ഇനി എന്തായാലും വീട്ടിൽ കയറിക്കട്ടെ. ചാർജ് ചിലവാക്കല്ല. പിന്നെ അവിടെ കുത്തി വെച്ച് കഴിഞ്ഞിട്ട് പിന്നെ തുടങ്ങാം. അങ്ങനെ ഒരു സ്കീമിൽ നമ്മൾ നടന്നുകൊണ്ടിരിക്കുക. ഇവിടെയൊക്കെ ചിലന്തിൻ്റെ വല, എട്ടുംകാലീൻ്റെ വല ഇവിടെയൊക്കെ ഉണ്ട്. നല്ല രസമാണ്. ഇതിൻ്റെ അടിയിൽ കൂടെ ഇങ്ങനെ ഉച്ചയ്ക്കൊക്കെ നടക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ വീട് എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വീട് എത്തിയപ്പോൾ നല്ല തണുപ്പ്, നല്ല എന്താ പറയുക, ഒന്നും പറയാല്ല, കടന്നുറങ്ങാൻ തോന്നുന്നു. ഇപ്പോൾ ചോറ് കഴിക്കട്ടെ, വിശക്കുന്നുണ്ട്. ചോറ് കഴിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് എന്തെങ്കിലുമൊക്കെ കാട്ടാം. ഒന്നും കാട്ടാനല്ല, ഭയങ്കര ചൂടാണ്. നട്ടുച്ച സമയം. ഇപ്പോൾ സമയം എത്രയായി? 12:45. പ്ലേറ്റ് എടുത്താ? കറി എന്താ? ചൂടായിക്കട്ടെ. കുറേ നേരം കടന്നു കഴിഞ്ഞിട്ട് ഇറച്ചി മേടിക്കാൻ വേണ്ടി പോകാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ഇറച്ചി മേടിക്കാൻ പോകണം. ഇറച്ചി മേടിക്കണം. ഇറച്ചി നല്ല എന്താ പറയുക, ഫ്രൈ ആക്കാനുള്ള സൈസ് മേടിക്കണം. പിന്നെ കറി വെക്കാനുള്ള ഒരു ഇതിലും മേടിക്കാം. ഫ്രൈ ആക്കാമെന്ന് പറയണം, ചെയ്യുമെന്ന് അറിയില്ല. എന്നാലും ഒരു പപ്പട, ഇറച്ചീൻ്റെ ഇപ്പോൾ പപ്പടം അടിപൊളിയാട്ടോ. അത് നല്ല കിടക്കി. ഒരു 200 രൂപയ്ക്ക് ഇറച്ചി മേടിക്കാൻ പോകണം. ഇറച്ചി മേടിക്കുക, ഇറച്ചി കറി കൂട്ടുക, കഴിക്കുക, സെറ്റാക്കുക, കടന്നുറങ്ങുക, പിറ്റേ ദിവസം എണീക്കുക. അല്ല പിന്നെ നീ ഇത് കൂടെ ആദ്യമായിട്ട് വരുന്നത് എപ്പോൾ? ഇഷ്ടം പോലെ എത്ര വട്ടം വന്നിട്ട്? 2 വട്ടം. 2 വട്ടോ? മുത്തപ്പം വേണം, പെണ്ണ ബോണ്ട വേണം. നമ്മൾ ഇറച്ചി മേടിച്ചിട്ടുണ്ട്. ഇറച്ചി കാണിച്ചു കൊടുക്കണം. നമ്മൾ ഇന്ന് കറി വെക്കാൻ പോണ ഇറച്ചി കാണിച്ചു കൊടുക്കുക. കറി വെക്കാൻ പോണ ഇറച്ചി കാണിച്ചു കൊടുക്കുക. എല്ലാവരും കാണട്ടെ. നമ്മൾ കറി വെക്കാമെന്ന് എല്ലാവരും അറിയട്ടെ. നമുക്ക് ഇറച്ചിയൊക്കെ മേടിച്ച് കഴിക്കാൻ അറിയാമെന്ന് എല്ലാവരും അറിയട്ടെ. നേരെ പോവാ. ഇത് സാധനം കൊടുക്കുക, കറി വെക്കുക. അങ്ങനത്തെ കുറേ മറ്റേതോ എന്തോ വിദ്യകളോ അങ്ങനെ എന്തോ ചെറിയ ടൈപ്പ് സാധനം പറയുന്നുണ്ട്. പക്ഷെ നമ്മൾ അത് ഒഴിവാക്കി. എനിക്ക് കിട്ടുന്നില്ല, അപ്പോൾ ഞാൻ പറയണില്ല. അപ്പോൾ അതൊക്കെ നടത്താൻ പോവാ. ഞാനിത് ഇറച്ചി കഴിക്കാൻ ഇതിന് ഏതാ നോക്കി ഇവിടെ വിക്കടിക്കുന്ന കലക്കും. നീ അവിടേക്ക് ഞാൻ അടുത്തരാം. കാലാവസ്ഥ നോക്ക്.
മഴയുമില്ല, വെയിലൊരു മീഡിയം, ഓവറും അല്ല ഒരു ഇതുമല്ല. ഇതാണോ എന്നെ കാണുന്നില്ലല്ലോ. എങ്ങനെ വെച്ചാൽ കണ്ണുറക്കാൻ പറ്റുള്ളൂ. ഇവിടെ കണ്ണ് കുത്തുന്നുണ്ട്. ഒരു ഈവനിങ് ടൈമായ എങ്ങനെയാണ് നമ്മൾ സൂര്യനൊക്കെ ഇങ്ങനെ വന്നിട്ട് കണ്ണൊക്കെ ഇങ്ങനെ കുത്തും. അപ്പോൾ സൂര്യൻ ഇങ്ങനെ വരുമ്പോൾ നമ്മൾ കണ്ണൊക്കെ ഇങ്ങനെ ആട്ടും. അതാണ് സൂര്യൻ്റെ ഒരു വെളിച്ചം നമ്മളെ കണ്ണൊക്കെ ഇങ്ങനെ ആട്ടും. അങ്ങനെ പിന്നെയും കണ്ണൊക്കെ കാട്ടും. വേണമെങ്കിൽ ഇങ്ങനെ തിരിയും, പിന്നെയും കൊണ്ട് തിരിയുമ്പോൾ പിന്നെയും കണ്ണൊക്കെ കാട്ടും. നമ്മൾ ഇറച്ചി വീട്ടിൽ കൊണ്ടുപോയി കഴിഞ്ഞിട്ട് കുറച്ച് ഫോട്ടോ എടുക്കാൻ പോകാം കേട്ടോ. ഈ ചേച്ചീൻ്റെ ഫോട്ടോ എടുക്കാൻ പോകട്ടോ. വേണ്ടോ? ഫോട്ടോ എടുത്തിട്ട് നേരെ വീട്ടിൽ പോകും. അതെന്താ അവിടെ പൂവൊക്കെ പറിക്കണേ? നടക്കിറങ്ങി. അപ്പോൾ 4-5 ഫോട്ടോ എടുക്കണം പറഞ്ഞു. അപ്പോൾ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് നമ്മള് ഫോട്ടോ ഒക്കെ എടുത്ത് വീട്ടിലേക്ക് വന്നിട്ടുണ്ട്. ചിക്കൻ കറി ചെയ്യുക, ഫുഡ് കഴിക്കുക, പിന്നെ അതൊക്കെ തന്നെ ഉള്ളൂ പരിപാടി. അപ്പോൾ നമ്മൾ ഇന്നത്തെ ചെറിയ വ്ളോഗ് ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് വിചാരിക്കുന്നു. ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ സപ്പോർട്ട് നല്ല കുറവാണ്. അപ്പോൾ അടുത്ത അടിപൊളി വ്ളോഗായിട്ട് നമുക്ക് നാളെ കാണാം. ടാറ്റാ, ബൈ ബൈ, സി യു.